പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വളരെയധികം വിലപിടിപ്പുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമയമാണല്ലേ. ഏറ്റവും കൂടുതൽ സമയമാണ് ഒരിക്കലും തിരിച്ചു കിട്ടാതെ. പണമാണെങ്കിലും മറ്റെന്തെങ്കിലും നമുക്കത് വീണ്ടും ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരാം, പക്ഷേ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഞാനിത് പറയാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളും യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ സത്യത്തിൽ നമ്മൾ പല വീഡിയോസും കാണുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. ഇന്നലെ കുറച്ച് മുന്നേ ഞാൻ വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോ ആണ്. ആ റിയാലിറ്റി ഷോയിൽ ഒരു സെലിബ്രിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മത്സരാർത്ഥിയൊക്കെ ഉണ്ട്. ഈ മത്സരാർത്ഥി സമ്മാനം മേടിക്കാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് വീഡിയോ. അതൊരു വീഡിയോ വലിയൊരു വീഡിയോ ആക്കിയിട്ട് അതിനൊരു നമ്മളൊരു യൂട്യൂബർ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നു. ഏകദേശം അരമണിക്കൂറോളം. ഞാൻ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടു, നമ്മൾ എന്തിനാണ് ഈ വീഡിയോ കാണുന്നത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റി അതുപോലെ അവർക്കൊക്കെ ക്യാഷ് കിട്ടുന്നുണ്ടാവും, മത്സരാർത്ഥിക്കും കാര്യം ഉണ്ടാവും, ഇത് റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾക്കും ക്യാഷ് ഉണ്ടാവും. നമുക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നാണ് ഞാൻ കമൻറ്റ് ഇട്ട്. ഏകദേശം 2000-ഓളം പേര് അതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സത്യമല്ലേ, നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് നമ്മളെ സമയം എന്തിനാണ് ചിലവഴിക്കുന്നതാണ്. നമ്മൾ കാണുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, ഒട്ടും ഒരു കണ്ടൻറ്റ്, അതായത് നമുക്കൊരു ഗുണമില്ലാത്ത കുറേ വീഡിയോസ് ഇരുന്ന് കണ്ടിട്ട് സമയം കളയുന്നത് നമ്മളൊരു പ്രവൃത്തിയായി മാറിക്കണം. നമ്മളൊരു തരം മായാലോകത്ത് അവസ്ഥയാണ്. സോഷ്യൽ മീഡിയ നോക്കിയാണ് പല വീഡിയോസും കാണും. ഇതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് കണ്ടിട്ട് നമുക്ക് എന്താ ഗുണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു വിലപ്പെട്ട സമയമാണ് ഇത് നഷ്ടപ്പെടുന്നത്. ഒരു 5 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും നമ്മൾ ഇത് കണ്ടിട്ട് ഇതിൽ കാര്യമുണ്ടോ നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാവും, ഇതിനെക്കുറിച്ച് ഒരു ബോധം വരും. അതുപോലെ ഏത് വീഡിയോ കാണുമ്പോഴും നമുക്ക് അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ കാണുന്നത് ഏറ്റവും നല്ലത് എന്ന് വേണം. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നതാണ് ഡാൻസ് അറിയാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം കാണിക്കുന്നു. അതിന് താഴെ കുറേ പേര് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് പരസ്പരം അങ്ങോട്ട് തെറി വിളിക്കുക. എന്ത് കാര്യം, എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു കാര്യമില്ല. വെറുതെ മറ്റുള്ളവർ പരസ്പരം തെറി വിളിക്കുക. ആർക്കോ വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ തെറി വിളിക്കുന്നതൊക്കെ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. വെറുതെ ഇരുന്ന് അതിൽ കാണുകയും അതുപോലെ വെറുതെ തെറി വിളിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളെ സ്വപ്നങ്ങളും പ്രതീക്ഷകൾക്കും വേണ്ടിയിട്ട് നന്നായിട്ട് പണിയെടുക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് തരിക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അപ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആവുകയുള്ളൂ. നമ്മൾ നോക്കും, ക്യാഷുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നിൽക്കുന്നില്ല. അവരൊക്കെ വളരെ ബിസി ആയിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അവർ നന്നാക്കാണ്. നമ്മളവരെ കണ്ട് അവരെ വീഡിയോസും കണ്ട് ഇരിക്കുക എന്നല്ലാതെ നമ്മളെവിടെ എത്തിപ്പെടുന്നില്ലെന്നാണ് യാഥാർത്ഥ്യതാണ്. അവരൊക്കെ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മളാണ് ഇത് കണ്ടിട്ട് നമ്മളെ സമയം പോയി നമ്മൾ സമയം നഷ്ടപ്പെടുത്താണ്. നിങ്ങളെല്ലാവരും ഞാൻ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക, വെറുതെ സമയം കളയാതെ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്തിട്ട് നമ്മൾ നേരാകാൻ നോക്കുകയാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അനാവശ്യമായിട്ടുള്ള വീഡിയോസ് കാണാതിരിക്കുക. കണ്ട ഒരു തിയേറ്ററിൻ്റെ മുന്നിൽ നിന്ന് ചാടി കളിക്കുന്നതും അതൊക്കെ കണ്ടിട്ട് അവരതിന് റിയാക്ട് ചെയ്യുന്നതും ഇവർ റിയാക്ട് ചെയ്യുന്നതും ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് പൊതുവെ ഒരു കണ്ടന്റായി മാറ്റിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. വെറുതെ സമയം കളയരുത്. നിങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുക, അപ്പോൾ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ഒരു വീഡിയോ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ. ഒരു വീഡിയോ കാണുമ്പോൾ റീൽസ് കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ വരണം എൻ്റെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.